നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ധാരാളം റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇന്നൊരു ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് യുടെ സഹായം, ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ ആപ്പുകളുടെ ടെക്നോളജികളെല്ലാം തന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു പരിധിവരെ എല്ലാ ടെക്നോളജികൾക്കുള്ളതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ടെങ്കിലും ഇതിൻ്റെ ചില ദൂഷ്യ വശങ്ങളും ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ദൂഷ്യവശം എന്ന് പറയുന്നത്, നമ്മളൊരു ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ ആപ്പുകളെയൊക്കെ തന്നെ പലരും ഒരു വ്യക്തിയെ പോലെയാണ് കാണുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഒപ്പീനിയൻ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് കിട്ടുന്ന ആൻസർ ഒരു ഇമോഷണൽ ബോണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ പോലെ എടുത്തുകൊണ്ട് അതിനെ സ്വീകരിക്കുമ്പോൾ അത് എപ്പോഴും പ്രാക്ടിക്കലി ഹെൽപ്ഫുള്ളായിട്ടല്ല കാണുന്നത് എന്നുള്ളത് വസ്തുതാപരമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോങ് ടൈം നമുക്ക് ഹെൽപ്ഫുൾ ആവില്ല എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വലിയൊരു ഡാറ്റ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ ഒക്കെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നത് വലിയ രീതിയിൽ തന്നെയാണെന്നുള്ളത് നമുക്കാർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ അല്ല എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. കാരണം ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള തിങ്കിങ് പലപ്പോഴും നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു വേൾഡ് വ്യൂ ഡെവലപ്പ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിങ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ തിങ്ക് ചെയ്യുന്നതിനുള്ള ഒരു ചുമതല ഒരിക്കലും ഏൽപ്പിക്കരുത് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നതിന് തടസ്സമില്ല, പക്ഷേ വേറൊരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കും.